നമസ്കാരം. RB മീഡിയ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജോലി വേണോ? 10,000-ലധികം തൊഴിലവസരങ്ങൾ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വിദേശത്തേക്കുൾപ്പെടെ അവസരം ഒരുക്കുന്ന മഹാ തൊഴിൽ പൂരത്തിന് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലും വിമല കോളേജിലുമായി നടക്കുന്ന മെഗാ ജോബ് ഫെസ്റ്റ് തൊഴിൽ പൂരത്തിന് തുടക്കത്തിൽ പറഞ്ഞത് 5,000 പേർക്കെങ്കിലും ജോലി എന്നാണ്. പിന്നീട് ലക്ഷ്യം 10,000 ആയി ഉയർത്തിയെന്നും വിജ്ഞാന കേരളം പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന തോമസ് ഐസക് വ്യക്തമാക്കി. 10,000 അല്ല, ഇപ്പോൾ തോന്നുന്നത് 20,000 പേർക്കെങ്കിലും ജോലി കൊടുക്കാൻ കഴിയുമെന്നാണ്. 3 ലക്ഷത്തിലധികം വിവിധങ്ങളായ തൊഴിലവസരങ്ങൾ ഇതിനായി DWMS ഇപ്പോൾ 10,000 തൊഴിലന്വേഷകർക്കാണ് പങ്കെടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ എണ്ണം ഉയരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള പ്ലംബർ, വെൽഡർ, ഇലക്ട്രീഷ്യൻ, മേശൻ തുടങ്ങിയ സ്കിൽഡ് നിർമ്മാണ ജോലിക്കാർക്ക് വേണ്ടി പ്രത്യേക മേള മെയിൽ നടക്കും. പ്രത്യേക ഗൂഗിൾ ഫോർമാറ്റിൽ വ്യക്തിഗത വിവരങ്ങളും വിദ്യാഭ്യാസ യോഗ്യതകളും രേഖപ്പെടുത്തി രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർക്കും ഈ തൊഴിൽ മേളയിൽ പങ്കെടുക്കാം. മൂന്നാമത്തേത് ലോക്കൽ, ഹൈപ്പർ ലോക്കൽ ജോലികൾക്ക് വേണ്ടിയുള്ള ചെറു പൂരങ്ങളാണ്. കുടുംബശ്രീയാണിതിന് മുൻകൈയെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചെറുകിട സംരംഭങ്ങളിൽ പോലും ഗണ്യമായ ഭാഗം തൊഴിലും അതിഥി തൊഴിലാളികളാണ് ചെയ്യുന്നത്. അവരെ ലഭ്യമാക്കാൻ ജോബ് ഏജൻസികളുമുണ്ട്. ഈ തൊഴിലുകളിൽ നല്ലൊരു ഭാഗവും അതത് പ്രദേശത്തെ വീട്ടമ്മമാരായി ഒതുങ്ങിക്കൂടുന്ന സ്ത്രീകൾക്ക് ചെയ്യാവുന്നതാണ്. ഏത് സംരംഭകനും പ്രദേശത്ത് സ്ത്രീകളെയോ പുരുഷന്മാരെയും ജോലിക്ക് തിരഞ്ഞെടുത്താൽ അവർക്ക് കൃത്യമായ നൈപുണ്യ പരിശീലനം നൽകി ജോലിക്ക് സജ്ജമാക്കുന്നതിന് കുടുംബശ്രീയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും മുൻകൈയെടുക്കും. അതത് പ്രദേശങ്ങളിൽ നടത്തുന്ന ചെറു മേളകൾക്ക് പുറമെ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ആഭിമുഖ്യത്തിൽ മെയ് 18 മുതൽ 23 വരെ തെക്കിൻകാട് മൈതാനിയിൽ മഹാ തൊഴിൽ മേളയും ഉണ്ടാവും. മെയ് 18 മുതൽ 23 വരെയുള്ള 6 ദിവസങ്ങളിൽ തുടർച്ചയായി കേരളാടിസ്ഥാനത്തിൽ ഓൺലൈൻ അഭിമുഖങ്ങളും നടക്കും. ഇപ്പോൾ എല്ലാ ശനിയാഴ്ചകളിലുമാണ് ഓൺലൈൻ അഭിമുഖങ്ങൾ നടക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചകളിൽ നടന്ന 4 ഓൺലൈൻ അഭിമുഖങ്ങളിലായി കേരളത്തിൽ 1,200 പേർക്ക് തൊഴിൽ ലഭിച്ചു. അതിലേതാണ്ട് പകുതി തൃശ്ശൂർ ജില്ലയിൽ നിന്നുമാണ്. വിജ്ഞാന കേരളം തൃശ്ശൂർ ജില്ലാ കൗൺസിലിൻ്റെ രൂപീകരണ യോഗത്തിന് മന്ത്രിമാരായ കെ രാജനും ആർ ബിന്ദുവും നേതൃത്വം നൽകി. കെ രാജനാണ് കൗൺസിൽ ചെയർമാൻ, ആർ ബിന്ദു കോ ചെയർമാനും. ജില്ലാ പ്രധാനപ്പെട്ട സമരരെ ബന്ധപ്പെടുന്നതിന് AC മൊയ്തീൻ MLA നേതൃത്വത്തിൽ ഡോക്ടർ പി സരീൻ, വിജയഹരി തുടങ്ങിയവരുടെ ഒരു ടീം പ്രവർത്തിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ബിനീഷ് ജോർജിൻ്റെ നേതൃത്വത്തിൽ KDISCൻ്റെ ഒരു ടീമും സജീവമായി ഉണ്ട്. ജോബ് സ്റ്റേഷനുകളെല്ലാം സജീവമാണ്. എല്ലായിടത്തും സഹായത്തിന് KDISCൻ്റെ ഒരു ജീവനക്കാരുമുണ്ട്. സന്തോഷകരമായ കാര്യം, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ സജീവമായ പങ്കാളിത്തമാണ്. ജില്ലയിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ സംയുക്ത നൈപുണ്യ തൊഴിൽ പ്രോജക്റ്റിനായി 6.6 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. തൃശ്ശൂർ തൊഴിൽ പൂരം എന്തുകൊണ്ടും വിജ്ഞാന കേരളം ജനകീയ കാമ്പയിനിൽ ഒരു വഴിത്തിരിവാകുമെന്ന് തീർച്ചയാണ്. തൃശ്ശൂരിൽ ഏപ്രിൽ 26-ന് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലും വിമല കോളേജിലുമായി നടക്കുന്ന മെഗാ ജോബ് ഫെയറിൽ എല്ലാവരും പങ്കെടുക്കുക. സപ്ലൈകോയിൽ ജോലി അവസരം. കേരള സർക്കാർ സ്ഥാപനമായ സപ്ലൈകോയിൽ പുതിയ ഒഴിവിലേക്ക് ജോലി നേടാൻ അവസരം. സപ്ലൈകോയിൽ പുതിയതായി വന്ന കുക്ക് തസ്തികയിലേക്കാണ് നിയമനം നടക്കുന്നത്. 10ാം ക്ലാസ് പാസ്സായിരിക്കുകയും കൂടെ സർക്കാർ അംഗീകൃത ഫുഡ് ക്രാഫ്റ്റിൽ നിന്നും KGC ഫുഡ് പ്രൊഡക്ഷൻ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കുകയും വേണം. ഉദ്യോഗാർത്ഥികൾക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. പ്രായപരിധി ഈ ഒഴിവിലേക്ക്
31/3/2025 50 വയസ്സ് കഴിയാത്ത ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ശമ്പളമായി 18,390 രൂപ ലഭിക്കും. അപേക്ഷിക്കാൻ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഏപ്രിൽ 22 രാവിലെ 11 മണിക്ക് മുമ്പായി കൊച്ചി ഗാന്ധിനഗറിൽ സ്ഥിതി ചെയ്യുന്ന സപ്ലൈകോ ഹെഡ് ഓഫീസിൽ നേരിട്ടുള്ള അഭിമുഖത്തിനെത്തണം. നിശ്ചിത മാതൃകയിൽ തയ്യാറാക്കിയിട്ടുള്ള ബയോഡാറ്റ, പ്രായം, യോഗ്യത തുടങ്ങിയവ തെളിയിക്കുന്ന രേഖകൾ കൈവശം വെക്കണം. നോട്ടിഫിക്കേഷൻ ലിങ്ക്, അപ്ലൈ ലിങ്ക് വീഡിയോയുടെ ബയോയിൽ പിൻ ചെയ്തിട്ടുണ്ട്. എംപ്ലോയബിലിറ്റി സെൻറ്റർ മുഖേന സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിയമനം നടത്തുന്നു. കൂടാതെ മറ്റ് ജോലികളും. ആലപ്പുഴ എംപ്ലോയബിലിറ്റി സെൻറ്റർ മുഖേന സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിയമനം. അഭിമുഖം ചേർത്തല ടൗൺ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ. ആലപ്പുഴ എംപ്ലോയബിലിറ്റി സെൻറ്റർ മുഖേന പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കാണ് നിയമനം. 100-ലധികം ഒഴിവുകളുണ്ട്. വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ്, +2, ബിരുദം, BBA, MBA, HR അക്കൗണ്ട്സ്, ഫിനാൻസ്, MCOM, ഡിപ്ലോമ, ITI മെക്കാനിക്കൽ, ലോജിസ്റ്റിക്സ്. നിശ്ചിത യോഗ്യതയുള്ള എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ രജിസ്റ്റർ ചെയ്തതും അല്ലാത്തതുമായ 18-നും 35-നും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാം. സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടാകും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04772230 830-405-7735. സർക്കാർ ITIയിൽ അഭിമുഖം. കൊട്ടാരക്കര ഗവൺമെൻറ് ITIയിൽ ഇലക്ട്രീഷ്യൻ ട്രേഡിൽ ജനറൽ വിഭാഗത്തിൽ നിന്നും ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. യോഗ്യത BVOC, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്നിവയിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള BTech ബിരുദം, 1 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ 3 വർഷത്തെ ഡിപ്ലോമയും 2 വർഷ പ്രവൃത്തി പരിചയവും, അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ട്രേഡിൽ NTC NACയും 3 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവും. ഫോൺ നമ്പർ 7012332456 9946918632. ട്രാഡ്സ്മാൻ ജോലി ഒഴിവ്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് കരുനാഗപ്പള്ളി സബ് ഡിവിഷൻ കാര്യാലയത്തിൽ നിലവിലുള്ള ട്രാഡ്സ്മാൻ അല്ലെങ്കിൽ ഓവർസിയർ ഗ്രേഡ് 3 സിവിൽ തസ്തികയിലേക്ക് ജീവനക്കാരെ നിയമിക്കുന്നു. ITI ഡിപ്ലോമ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റ്, സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം ഏപ്രിൽ 22 രാവിലെ 11 മണിക്ക് കരുനാഗപ്പള്ളി മിനി സിവിൽ സ്റ്റേഷൻ 3ാം നിലയിലുള്ള ഹാർബർ എഞ്ചിനീയറിംഗ് സബ് ഡിവിഷൻ ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകണം. നിയമനം പരമാവധി 90 ദിവസത്തേക്കോ PSC മുഖാന്തരം ഉദ്യോഗാർത്ഥി ജോലിയിൽ പ്രവേശിക്കുന്നത് വരെയോ മാത്രമായിരിക്കും. ഫോൺ നമ്പർ 9846453614 7907964778. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.